ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ട്രാവലിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് എവിടേക്കില്ല പോകുന്നത്, അട്ടപ്പാടി തന്നെയാണ്. നമ്മൾ കോട്ടത്തറ വരെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കോട്ടത്തറയിലുള്ള ഹണിത്ര നഴ്സറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ 6 റോസ് പ്ലാന്റിന് 100 രൂപ എന്ന് ബോർഡ് ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സിൻ്റെ കുറേയൊക്കെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. പക്ഷെ മഴയായതുകൊണ്ട് റോസ് പ്ലാന്റിൻ്റെ ഒരുപാട് കളക്ഷനൊന്നും കണ്ടില്ല. സ്റ്റോക്ക് വളരെ കുറവായിരുന്നു. ഈ ഒരു പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെക്ഷനിലുള്ള റോസ് പൂ 2 എണ്ണം 100 രൂപ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. റോസ് കളറും പിന്നെ റെഡ് കളറും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കളേഴ്സൊന്നും അവൈലബിൾ ആയിരുന്നില്ല. മൂസമ്പിയുടെ ഈ ഒരു ചെടിയിൽ നല്ലൊരു കായ് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇത് 175 രൂപയാണ് പറഞ്ഞത്. തിരിച്ചു വരുന്ന വഴി നമ്മൾ ഹൈടെക് നഴ്സറിയിലും കൂടി ഒന്ന് കയറി. ഇവിടെ 5 റോസ് 100 രൂപയാണ് പറഞ്ഞത്. പക്ഷേ റോസ് പ്ലാന്റുകളെല്ലാം വളരെ ചെറുതായിരുന്നു. പക്ഷേ ഫ്ലവേഴ്സിൻ്റെ നല്ലൊരു കളക്ഷൻ ഇവരുടെ അടുത്തുണ്ടായിരുന്നു. അടിപൊളി കളക്ഷനായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ, ഈ ഒരു നഴ്സറിയുടെ ഉള്ളിൽ നല്ല പോലെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം. ജമന്തി ചെടികളുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇത് ഓറഞ്ചിൻ്റെ ചെടിയാണ്. അപ്പോൾ ഇതിന് 450 രൂപയാണ് ഒരു പീസ് റേറ്റ് പറഞ്ഞത്. ഇവിടെ കാണുന്നതൊക്കെ പേരയ്ക്ക ചെടികളുടെ വെറൈറ്റീസാണ്. ഇത് ബീട്രൂട്ട് പേരയ്ക്കയാണ്. നമ്മൾ റംബൂട്ടാൻ്റെ ചെടിക്ക് വേണ്ടിയിട്ടാണ് ഈ 2 നഴ്സറിയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ 2 സ്ഥലത്തും റംബൂട്ടാൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. നഴ്സറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അമ്മായിയുടെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മായിയുടെ വീട് കണ്ടിയൂരാണ്. അവിടേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ലൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങി. ധൂളിക്കട വന്ന് ജെല്ലിപ്പാറ പോകുന്ന റൂട്ടിലാണ്, ധോണികുണ്ടിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്.
കൂടുതൽ നേരം അശ്വിനെയും കൊണ്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം അവന് വെള്ളം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ വെള്ളത്തിൽ കുറേ നേരം കളിക്കേണ്ടി വരും. നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. ഇതാണ് കേട്ടോ നമ്മുടെ ജെല്ലിപ്പാറ ജംഗ്ഷൻ വരുന്നത്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ അമ്മായിയുടെ വീട്ടിലെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക.